എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ഇംഗ്ലീഷ് സംബന്ധമായ കാര്യങ്ങളാണ്. 2012 മുതൽ 2019 വരെയുള്ള ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തി അവ സംബന്ധമായ ക്ലാസ്സുകളാണ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ടെൻസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, അങ്ങനെ തുടങ്ങിയ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അവയെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകളാണ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ടെൻസിനെ കുറിച്ചാണ്. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു ക്ലാസ്സാണ്. കാരണം ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് തുടങ്ങിയവയൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ടെൻസിനെ കുറിച്ചുള്ള നല്ല ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് വളരെ അടിസ്ഥാനപരമായ ക്ലാസ് ആണ് ഇന്ന്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കാലത്തെ അഥവാ ടെൻസിനെ നമുക്ക് മൂന്നായിട്ട് വേർതിരിക്കാം. ഒന്ന് ഭൂതകാലം, 2 വർത്തമാനകാലം, 3 ഭാവികാലം. ഭൂതകാലം അഥവാ കഴിഞ്ഞ കാലത്തെ ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറയും. വർത്തമാനകാലത്തെ പ്രസന്റ് ടെൻസ് എന്ന് പറയും. ഭാവി കാലത്തെ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. ഇംഗ്ലീഷിൽ ഇവയെ നമുക്ക് ഓരോന്നിനെയും 4 എണ്ണമായിട്ട് വേർതിരിക്കാം. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓരോ ടെൻസിനെയും ഇങ്ങനെ 4 എണ്ണമായിട്ട് വേർതിരിക്കാം. പാസ്റ്റിനെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ പ്രസന്റിനെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ ഫ്യൂച്ചർ ടെൻസിനെയും സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ 4 ആയിട്ട് വേർതിരിക്കാം. അപ്പോൾ 3 ടെൻസുകളെ നമുക്ക് 3 ആയിട്ട് വേർതിരിക്കാം. ഓരോന്നിനെയും നമുക്ക് പിന്നെ 4 എണ്ണമായിട്ടും വേർതിരിക്കാം. ഇനി നമുക്ക് ഓരോ ടെൻസിനെ കുറിച്ചും വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് പ്രസന്റ് ടെൻസിനെ പരിശോധിക്കാം. നമ്മൾ അതിനെ 4 ആയിട്ട് വേർതിരിച്ചു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവയിൽ ഓരോന്നിലും വെർബിന്റെ രൂപം എങ്ങനെയായിരിക്കുമെന്ന് ആദ്യം നമുക്ക് ലളിതമായിട്ടൊന്ന് പരിശോധിക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിന്റെ രൂപം പ്ലേ അല്ലെങ്കിൽ പ്ലേസ് എന്നായിരിക്കും. എപ്പോഴാണ് പ്ലേ എന്ന് പറയുക, എപ്പോഴാണ് പ്ലേസ് എന്ന് പറയുക, അവയൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ്. അതിൽ വെർബ് ആം പ്ലേയിങ് അല്ലെങ്കിൽ ആർ പ്ലേയിങ്, ഈസ് പ്ലേയിങ് എന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. പ്രസന്റ് പെർഫെക്റ്റിൽ ഹാസ് പ്ലേഡ് അല്ലെങ്കിൽ ഹാവ് പ്ലേഡ് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാസ് ബീൻ പ്ലേയിങ്, ഹാവ് ബീൻ പ്ലേയിങ് എന്ന രൂപത്തിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇവ ഓരോന്നിനെയും വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഒരു സെന്റൻസ് പറയുമ്പോൾ അതിന്റെ രൂപം എങ്ങനെയായിരിക്കും, അതിന്റെ ഫോം എങ്ങനെയായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് ഡു അല്ലെങ്കിൽ ഡസ് പ്ലസ് വെർബ്. ആ രൂപത്തിലായിരിക്കും സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു വാചകം ഉണ്ടായിരിക്കുക. ആദ്യം നമ്മൾ സബ്ജക്റ്റിനെ പറയണം, പിന്നെ ഡു അല്ലെങ്കിൽ ഡസ്, പിന്നെ വെർബ്. ഒരു ഉദാഹരണം വായിച്ചു നോക്കാം. ഷീ സിങ്സ് എ സോങ്. അവൾ ഒരു പാട്ട് പാടുന്നു. ദേ സിങ് എ സോങ്. അവർ ഒരു പാട്ട് പാടുന്നു. ഇവിടെ ആരാണ് പാടുന്നത് അതാണ് ആദ്യം പറയുന്നത്, സബ്ജക്റ്റ് ആണ്, ഷീ. രണ്ടാമത്തതിൽ ദേ, അവൾ, അതുപോലെ അവർ. ഷീയും ദേയുമാണ് സബ്ജക്റ്റ്, അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഫോം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡു എന്നോ ഡസ് എന്നോ ഉണ്ടായിരിക്കും. പക്ഷെ ഈ 2 ഉദാഹരണങ്ങളിൽ എവിടെ ഡു, എവിടെ ഡസ്? സിങ്സ് എന്ന വെർബാണ് ഒന്നാമത്തതിൽ നമ്മൾ കാണുന്നത്, രണ്ടാമത്തതിൽ സിങ് എന്നും. സിങ്സ് എന്നാൽ ഡസ് പ്ലസ് സിങ് എന്നാണ്, അഥവാ അതിന്റെ ഉള്ളിൽ ഡസ് എന്നുണ്ട്. അവിടെയാണ് അതിന്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുകയാണ് ഡസ്. രണ്ടാമതിൽ സിങ് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് സിങ് എന്നാണ്.
ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു സെന്റൻസ് ഉണ്ടാവുക. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ പ്ലേ എന്ന് ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെയാണ് പ്ലേസ് എന്ന് ഉപയോഗിക്കേണ്ടത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിന് ശേഷം നമ്മൾ പ്ലേസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്. ഇവയ്ക്ക് ശേഷം നമ്മൾ പ്ലേസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഒരു വ്യക്തിയുടെ പേര് വരികയാണെങ്കിലും പ്ലേസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. രാമു, മനോജ്, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പേരിന് ശേഷം പ്ലേസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ പ്ലേ എന്നാണ് ഉപയോഗിക്കേണ്ടത്. വി, യു, ദേ ഇവയൊക്കെ പ്ലൂറൽ ആണല്ലോ. അതുകൊണ്ട് അവയ്ക്ക് ശേഷം നമ്മൾ പ്ലേ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഐ എന്നതിന് ശേഷവും പ്ലേ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? പ്രധാനമായി 5 കാര്യങ്ങളാണ്. ഒന്ന്, പ്രസന്റ് ആക്ഷൻ. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം പറയാൻ. ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. രണ്ടാമത്തത് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. നമ്മൾ ഭാവിയിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ. ദേ ഗോ എബ്രോഡ് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം അവർ വിദേശത്ത് പോകുന്നു. അവിടെ ദേ ഗോ എന്നാണ് പറയേണ്ടത്. മൂന്നാമതായിട്ട് ഹാബിച്വൽ ആക്ഷൻസ്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന നമ്മുടെ ശീലങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഡ്രിങ്ക് ടീ എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കുന്നു. നാലാമതായി യൂണിവേഴ്സൽ ട്രൂത്തുകൾ, പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അതിന് റൈസസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇനി പ്രോവർബുകൾ, അവയെല്ലാം സാധാരണഗതിയിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉണ്ടാവുക. കോവാർഡ്സ് ഡൈ മെനി ടൈം ബിഫോർ ദെയർ ഡെത്ത്സ്, ഭീരുക്കൾ അവരുടെ യഥാർത്ഥ മരണത്തിന് മുമ്പ് പലതവണ മരിക്കുന്നു. അവിടെ അതൊരു പ്രോവർബാണ്. അവിടെ ഡൈ എന്നാണ് പ്രയോഗിച്ചത് എന്ന് നമുക്ക് കാണാം. ഇങ്ങനെ പ്രധാനമായും ഈ 5 ഘട്ടങ്ങളിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് കാര്യങ്ങൾ പറയേണ്ടത്. ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. An honest man always dash the truth. ഡാഷ് എന്ന ഭാഗത്ത് എന്താണ് ചേർക്കേണ്ടത്? എ സ്പീക്സ്, ബി സ്പീക്കിംഗ്, സി സ്പീക്ക്, ഡി സ്പോക്ക്. ഇതിൽ ഏതാണ് ഇവിടെ വിട്ട ഭാഗത്ത് ചേർക്കേണ്ടത്? An honest man, സത്യസന്ധനായ ഒരു മനുഷ്യൻ, ഓൾവേസ് എല്ലായ്പ്പോഴും. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അഥവാ സത്യസന്ധനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഓൾവേസ് എല്ലായ്പ്പോഴും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശീലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശീലത്തെ കുറിച്ച്, ഒരു വ്യക്തിയുടെ ഒരു ശീലത്തെ കുറിച്ച് പറയാണ്. അപ്പൊ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? അഥവാ ഒരാളുടെ ഹാബിച്വൽ ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വെർബുകൾ 2 എണ്ണമുണ്ട്. സ്പീക്സ് എന്നുമുണ്ട്, സ്പീക്ക് എന്നുമുണ്ട്. സ്പീക്ക് എന്ന് പറയേണ്ടത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലാണ്. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ അല്ല, സത്യസന്ധനായ ഒരു വ്യക്തിയെ കുറിച്ചാണ്, അദ്ദേഹമാണ് സബ്ജക്റ്റ്. അതുകൊണ്ട് സ്പീക്സ് എന്നാണ് പറയേണ്ടത്. അപ്പൊ സ്പീക്സ് എന്ന് ചേർക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. രണ്ടാമത്തത്, ഇതൊരു ശീലത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു ശീലത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഓൾവേസ് എന്ന പദം കണ്ടാൽ മനസ്സിലാക്കാം. എല്ലായ്പ്പോഴും, എപ്പോഴും, അതൊരു ശീലമാണല്ലോ, എപ്പോഴും ചെയ്യുന്നത് ശീലമാണ്. അപ്പൊ ഒരു ശീലത്തെ കുറിച്ച് അഥവാ ഹാബിച്വൽ ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. അപ്പൊ എ ആണ് ഉത്തരം, സ്പീക്സ്. ഇതുപോലെ ഒരു ശീലത്തെ കുറിച്ച് പറയാൻ കുറെ പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഒരു സെന്റൻസിൽ കണ്ടാൽ അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. അപ്പൊ ആ പദങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഇവയാണ് ആ പദങ്ങൾ. ഇവ ചില കോഡുകൾ ഉപയോഗിച്ചുകൂടി നമുക്ക് ഓർത്തു വെക്കാം. ജനറലി, ഗ്രാജുവലി, യൂഷ്വലി, ഫ്രീക്വൻലി, ഒക്കേഷണലി. അതിനെ ഗുഫ എന്ന കോഡ് ഉപയോഗിച്ച് നമുക്ക് ഓർത്തു വെക്കാം. ആദ്യം ജി, പിന്നെ യു, പിന്നെ എഫ്, പിന്നെ ഒ. ജി എന്ന അക്ഷരം ഉപയോഗിച്ച് 2 വാക്കുകളുണ്ട്. ജനറലി, ഗ്രാജുവലി. യൂഷ്വലി, യു ആരംഭിക്കുന്നു.
ഫ്രീക്വൻലി എഫ്, ഓ ഒക്കേഷണലി. അതുകൊണ്ട് ഗുഫോ എന്ന കോഡ് ഉപയോഗിച്ച് ഓർത്തു വെക്കാം. സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. ഓഫൺ, ഓൾവേസ്, ആനുവലി. റെഗുലർലി, റെയർലി, ബെയർലി, ഡെയിലി. ഇവയെ സോർഡ് എന്ന കോഡ് ഉപയോഗിച്ച് ഓർത്തു വെക്കാം. എസ് എന്ന അക്ഷരം ഉപയോഗിച്ച് 3 വാക്കുകളുണ്ട്: സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. ഓ എന്നതുകൊണ്ട് ഓഫൺ. ഓൾവേസ്, ആനുവലി, എ ആണ്. റെഗുലർലി, റെയർലി, ആറാണ് അവിടെ 2 പദങ്ങളിലും. അതിനോട് ചേർന്ന ഒരു പദമായത് കൊണ്ടാണ് ബെയർലി എന്നുകൂടി അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഡി ഉപയോഗിച്ച് ഡെയിലി. അപ്പോൾ സോർഡ് എന്ന കോഡ് ഉപയോഗിച്ച് സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്, ഓഫൺ, ഓൾവേസ്, ആനുവലി, റെഗുലർലി, റെയർലി, ബെയർലി, ഡെയിലി. മെയിൻലി, നോർമലി, നെവർ. എം, എൻ എന്ന കോഡ് ഉപയോഗിക്കാം. മെയിൻലി എം, നോർമലി നെവർ, രണ്ടും എന്നിൽ ആരംഭിക്കുന്നു. നെവർ. അപ്പൊ ഗുഫോ, സോർഡ്, യമൻ എന്ന് ഓർത്ത് വെച്ചാൽ ഈ പദങ്ങളൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ ജി ഉപയോഗിച്ച് 2 പദങ്ങളുണ്ട്, എസ് ഉപയോഗിച്ച് 3 പദങ്ങളുണ്ട്, എൻ ഉപയോഗിച്ച് 2 പദങ്ങളുണ്ട്, അതുപോലെ ഓ ഉപയോഗിച്ചും 2 പദങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. ഒന്നുകൂടി പറയാം: ജനറലി, ഗ്രാജുവലി, യൂഷ്വലി, ഫ്രീക്വൻലി, ഒക്കേഷണലി, seldom, sometimes, several times, often, always, annually, regularly, rarely, barely, daily, mainly, normally, never. ഇനി 4 പദങ്ങൾ കൂടി താഴെ കാണാം. അവയുടെ പ്രത്യേകത, അവയോടൊപ്പം ഡേ, വീക്ക്, മന്ത്, ഇയർ ഇവ ചേർക്കണം. അപ്പോഴാണ് ഒരു മീനിങ് ഉണ്ടാവുക. എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ. ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ ആഴ്ചയും എന്നിങ്ങനെ നമുക്ക് പറയാം. അതുപോലെ ഒരാഴ്ചയിൽ 1 വട്ടം, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2 വട്ടം, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 3 തവണ എന്നിങ്ങനെയൊക്കെ പറയാമല്ലോ. അതാണ് വൺസ് ഇൻ എ ഡേ, ദിവസം 1 വട്ടം, അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ 1 വട്ടം. അതൊരു ശീലമാണല്ലോ. അപ്പൊ ആ ശീലത്തെ കുറിക്കാൻ വേണ്ടി ഈ പദങ്ങൾ ഉപയോഗിക്കാം. എവരി, വൺസ് ഇൻ എ, ട്വൈസ് ഇൻ എ, ത്രൈസ് ഇൻ എ. അവയോടൊപ്പം ഡേ, വീക്ക്, മന്ത്, ഇയർ എന്നിവയും കൂടി ചേർക്കും. അപ്പൊ ഈ പദങ്ങൾ ഒരു സെന്റൻസിൽ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു ഹാബിച്വൽ ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് അത് പ്രയോഗിക്കേണ്ടത് എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ പദങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കുക. ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയാം. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ആദ്യം അതിന്റെ വാക്യഘടന അഥവാ അതിന്റെ ഫോം നമുക്കൊന്ന് മനസ്സിലാക്കാം. പലർക്കും അറിയാവുന്നതാണ്. ഇനി ഒന്നുകൂടി നമ്മൾ അടിസ്ഥാനം മുതൽ തന്നെ അന്ന് തുടങ്ങുന്നത് തീർച്ചയായും ഗുണം ചെയ്യും. അതുകൊണ്ട് ഒന്നുകൂടി അതിന്റെ ഫോം, അതിന്റെ വാക്യഘടന എന്താണ് എന്ന് പരിശോധിക്കാം. ആദ്യം ആ സെന്റൻസിൽ സബ്ജക്റ്റ് ആണ് പറയുക. ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയും. ശേഷം വെർബ് പറയും. വെർബിനോട് ING എന്ന് ചേർത്തിട്ടുണ്ടാകും. ശേഷം ഒബ്ജക്റ്റ് പറയും, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ. ഉദാഹരണം പറഞ്ഞാൽ ഹി ഈസ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. ഇവിടെ ഹി ആണ് സബ്ജക്റ്റ്, അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈസ് എന്ന് വന്നിരിക്കുന്നു. അവിടെ ഐ എന്നായിരുന്നുവെങ്കിൽ ആം എന്നാണ് പറയുക, ഐ ആം എന്നാണ് പറയുക. ഇനി ദേ എന്നായിരുന്നുവെങ്കിൽ ദേ ആർ എന്നാണ് പറയുക. ശേഷമുള്ള വെർബ് നോക്കാം, ഈറ്റിംഗ്. ഈറ്റ് എന്ന വെർബിനോട് ING എന്ന് ചേർത്തിരിക്കുന്നു. ചോക്ലേറ്റ്സ് എന്ന ഒബ്ജക്റ്റ് അതിനുശേഷം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവുക. അതിന്റെ ഫോം, അതിന്റെ വാക്യഘടന ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഓർക്കേണ്ടത് എവിടെയൊക്കെയാണ് ഈസ് എന്ന് ഉപയോഗിക്കുക. ഇവിടെ ഹി ഈസ് എന്ന് പറഞ്ഞല്ലോ. ഹി, ഷീ, ഇറ്റ് ഇവ വന്നാൽ ഈസ് എന്നാണ് ഉപയോഗിക്കുക. ഐ എന്ന് വന്നാൽ ആം എന്ന് ഉപയോഗിക്കും. ആർ എന്ന് ഉപയോഗിക്കുന്നത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വന്നാലാണ്. വി, ദേ, യു. യു എന്നത് നീ എന്ന അർത്ഥത്തിലും നിങ്ങൾ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ടല്ലോ. 2 അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലും ആർ എന്നാണ് അതിനുശേഷം വരിക. യു ആർ ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കേണ്ടത്? ഒന്നാമതായി, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം.
അതായത് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ് നൗ, കുട്ടി ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന നേരത്ത് ആ കുട്ടി ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഈ ടെൻസ് അഥവാ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ടെൻസിനെ ഉപയോഗിക്കുമ്പോൾ അതിൽ ചില വാക്കുകൾ നമുക്ക് കാണാം. നൗ, ഈ ഇവിടെ ഉദാഹരണത്തിൽ തന്നെ നൗ എന്ന് കണ്ടല്ലോ, ഇപ്പോൾ. അതേപോലെ റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ടുഡേ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അപ്പോൾ ആ സെന്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ വാക്കുകൾ കണ്ടാൽ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്ന് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള സമീപ ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനും ഈ ടെൻസ് അഥവാ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ട് നിബന്ധനകളാണുള്ളത്. ഒന്ന്, നേരത്തെ തീരുമാനിച്ചിട്ടുള്ള അഥവാ പ്ലാൻഡ് ആയിരിക്കണം, ഓൾറെഡി പ്ലാൻഡ്. രണ്ടാമത്തത് നിയർ ഫ്യൂച്ചർ അഥവാ സമീപ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ദേ ആർ ഗോയിങ് ടു ബോംബെ ടുമോറോ, അവർ നാളെ ബോംബെയിലേക്ക് പോകുന്നു. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, പക്ഷെ നാളെ അഥവാ ഫ്യൂച്ചറിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, നിയർ ഫ്യൂച്ചർ. കാരണം ഇത് ഈ ടെൻസ് ഉപയോഗിക്കാൻ കാരണം ഇത് മുൻകൂട്ടി തീരുമാനിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ടെൻസ് ഉപയോഗിച്ച് പറയുന്നത് ദേ ആർ ഗോയിങ് ടു ബോംബെ ടുമോറോ. നേരത്തെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു അതും ഭാവിയെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കും. പ്ലാൻഡ് ആയ ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയാൻ അതും ഉപയോഗിക്കാറുണ്ട് എന്ന്. അവിടെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു, ദേ ഗോ എബ്രോഡ് നെക്സ്റ്റ് മന്ത് എന്ന്. അപ്പൊ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദേ ഗോ എബ്രോഡ് നെക്സ്റ്റ് മന്ത്, അങ്ങനെയാണ് അവിടെ നമ്മൾ ഉദാഹരണം പറഞ്ഞത്. അടുത്ത മാസം അവർ വിദേശത്തേക്ക് പോകുന്നു. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇത് സമീപ ഭാവിയെ കുറിച്ചാണ്, നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് നമ്മൾ പറയുക. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് പറയുമ്പോൾ അല്പം കൂടി വിദൂരമായ ഭാവിയായിരിക്കും, അഥവാ നിയർ ഫ്യൂച്ചർ ആയിരിക്കില്ല. അല്പം കൂടി വിദൂരമായ ഭാവിയെ കുറിച്ചാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് നമ്മൾ പറയാറുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ചില വെർബുകളുടെ അവസാനത്തിൽ ING ചേർത്തുകൊണ്ട് അവയെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ചില വെർബുകളുടെ അവസാനത്തിൽ ING ചേർത്തുകൊണ്ട് അവയെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. അവയെ സ്റ്റാറ്റിക് വെർബുകൾ എന്നാണ് പറയുക. സ്റ്റാറ്റീവ് വെർബുകൾ എന്നും പറയും. സ്റ്റാറ്റിക് വെർബുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റീവ് വെർബുകൾ. സ്ക്രീനിൽ കാണുന്നവ സ്റ്റാറ്റിക് വെർബുകളാണ്. ഇവയുടെ അവസാനം നമ്മൾ ING ചേർത്തുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റുകയില്ല. പൊസഷൻ, സ്റ്റേറ്റ്, ഫീലിംഗ്സ്, സെൻസ് ഓഫ് ഇമോഷൻസ്, തിങ്കിങ്, അപ്പിയറൻസ് ഇവയൊക്കെ സൂചിപ്പിക്കുന്ന വെർബുകളാണിവ. നമ്മൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും ഒക്കെ അഥവാ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവയൊക്കെയും ഇതിൽ ഉൾപ്പെടുന്നു എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കിവ വായിച്ചു നോക്കാം. എഗ്രി, അപ്പിയർ, ബിലീവ്, ബിലോങ്, കൺസിഡർ, കൺസിസ്റ്റ് ഓഫ്, കണ്ടെയ്ൻ, കെയർ, ഡിക്ലെയർ, ഡിസയർ, ഡിസേർവ്, എക്സ്ക്യൂസ്, എക്സ്ക്ലൂഡ്, ഫീൽ, ഫോർഗെറ്റ്, ഫിയർ, forgive, hate, hope, hear, imagine, know, love, like, look, mind, mean, matter, on, owe, prefer, possess, pardon, resemble, remember, recognize, refuse, see, seem, smell, sound, suppose, suggest, signify, taste, think, trust, understand, want, wish, have. ഇവയാണ് നമുക്ക് പരിചിതമായ അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കാറുള്ള ചില സ്റ്റാറ്റിക് വെർബുകൾ. ഇവയുടെ അവസാനം ING ചേർത്തുകൊണ്ട് അവയെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ ലൈക്ക് എന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ലുക്ക്
ലുക്ക് എന്ന വേർഡ് നമുക്ക് എടുക്കാം. ലുക്ക് എന്ന വെർബ് അത് ഉപയോഗിച്ചുകൊണ്ട് ഷീ ഈസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഷീ ഈസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ എന്ന് പറയാൻ പാടില്ല. പകരം നമ്മൾ ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ എന്നാണ് പറയേണ്ടത്. അഥവാ അത്തരം വാക്കുകൾ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഇവയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് പരിശോധിക്കാം. പിക്ക് ഔട്ട് ദി സെന്റൻസ് ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഔട്ട് ഓഫ് ദി ഫോളോയിങ്. താഴെയുള്ള സെന്റൻസുകളുടെ കൂട്ടത്തിൽ വെച്ച് സ്വീകാര്യമായ അഥവാ ശരിയായ സെന്റൻസ് തിരഞ്ഞെടുക്കുക. എ, I am seeing a flower there. B, the news we received so far are bad. C, I have seen her yesterday. D, I heard about it long ago. നമ്മൾ ഇതുവരെ പഠിച്ചത് രണ്ട് ടെൻസുകളെ കുറിച്ചാണല്ലോ, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്. അവയുമായി ബന്ധപ്പെട്ട ഒരു വാചകം, ഒരു സെന്റൻസ് ഇതിലുണ്ട്. അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് എന്ന് നമുക്ക് അല്പം കൂടി പഠിച്ചതിന് ശേഷം മനസ്സിലാക്കാം. ഇവിടെ എ എന്ന ഓപ്ഷൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ആം സീയിങ്, ഐ വന്നു, അതുകൊണ്ട് ആം എന്ന് വന്നു. സി എന്നതിനോട് ING ചേർന്നിരിക്കുന്നു. ഈ സെന്റൻസ് ശരിയാണോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. ഈ സെന്റൻസ് ശരിയല്ല. എന്തുകൊണ്ട്? ഇവിടെ സി എന്ന സ്റ്റാറ്റിക് വെർബിനോട് ING എന്ന് ചേർത്ത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി ഉപയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. സി എന്നത് സ്റ്റാറ്റിക് വെർബാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തു വെക്കാൻ മറ്റൊരു മാർഗം കൂടി ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവയെല്ലാം തന്നെ സ്റ്റാറ്റിക് വെർബുകളാണ്. കണ്ണ് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണല്ലോ, കണ്ണുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അത് ഒരു സ്റ്റാറ്റിക് വെർബാണ്. അതിനോട് ING ചേർത്ത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് എ എന്ന ഓപ്ഷൻ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഐ ആം സീയിങ് എ ഫ്ലവർ ദർ എന്ന് പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ പറയണം? ഐ സീ എ ഫ്ലവർ ദർ എന്നേ പറയാൻ പാടുള്ളൂ. സിമ്പിൾ പ്രസന്റ് ആയിട്ടാണ് പറയേണ്ടത്. ഐ സീ എ ഫ്ലവർ ദർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റാറ്റിക് വെർബുകളുടെ കൂടെ ഒരിക്കലും ING ചേർക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ING ചേർത്തുകൊണ്ട് അവയെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പാടില്ല. പലയിടത്തും നമുക്ക് സീയിങ് എന്നൊക്കെ കാണാം, പക്ഷെ അതൊന്നും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടല്ല ഉപയോഗിക്കുക. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കാം. ആദ്യം അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് നോക്കാം. അതിന്റെ വാക്യഘടന, അതിന്റെ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സബ്ജക്റ്റ് പറയും, ശേഷം ഹാവ് എന്നോ ഹാസ് എന്നോ പറയും. എവിടെയാണ് ഹാസ് പറയുക, എവിടെയാണ് ഹാവ് പറയുക എന്ന് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ആദ്യം സബ്ജക്റ്റ് പറയും, പിന്നെ ഹാസ് എന്നോ ഹാവ് എന്നോ പറയും. അതിനുശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം പറയും. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ വാക്യഘടന. ഇങ്ങനെയായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ആദ്യം ഐ എന്ന സബ്ജക്റ്റ് പറഞ്ഞു, ശേഷം ഹാവ് പറഞ്ഞു. അതിനുശേഷം റൈറ്റ് എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമായ റിട്ടൺ എന്ന് പറഞ്ഞു. ഐ ഹാവ് റിട്ടൺ. ശേഷം ഒബ്ജക്റ്റ് പറഞ്ഞു, എ ലെറ്റർ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. വേറൊരു ഉദാഹരണം നോക്കാം. ഷീ ഹാസ് റീച്ച്ഡ് ഹിയർ. ഷീ എന്ന സബ്ജക്റ്റ് ആദ്യം പറഞ്ഞു, പിന്നെ ഹാസ് എന്ന് പറഞ്ഞു, പിന്നെ റീച്ച് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമായ റീച്ച്ഡ് എന്ന് പറഞ്ഞു. ഇതിന്റെ മീനിങ് നോക്കൂ നിങ്ങൾ. ഞാൻ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, അഥവാ ഞാൻ ഒരു കത്ത് എഴുതി കഴിഞ്ഞു. അവൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അഥവാ അവൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോഴങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇനി എവിടെയാണ് ഹാസ് എന്നും ഹാവ് എന്നും ഒക്കെ ഉപയോഗിക്കുക? തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ, അഥവാ ഹി, ഷീ, ഇറ്റ് തുടങ്ങിയവയുടെ കൂടെ ഹാസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. തേർഡ് പേഴ്സൺ സിംഗുലർ, ഹി, ഷീ, ഇറ്റ് ഇവയുടെ ഒക്കെ കൂടെയാണ് ഹാസ് എന്ന് ഉപയോഗിക്കുക. എന്നാൽ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണുകളായ ഐ, വി, അതുപോലെ സെക്കൻഡ് പേഴ്സൺ പ്രോനൗണായ യു, പിന്നെ തേർഡ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗണായ ദേ ഇവയുടെ കൂടെ ഹാവ് എന്നാണ് ഉപയോഗിക്കുക. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ദേ ഹാവ്
തുടങ്ങിയവ കൂടെ ഹാവ് എന്ന് ഉപയോഗിക്കും. അതുപോലെ പ്ലൂറൽ ആയിട്ടുള്ള നൗണുകളുടെ കൂടെയും ഹാവ് എന്നാണ് ഉപയോഗിക്കുക. ഒരുപാട് പേരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഹാവ് എന്ന് ഉപയോഗിക്കും. ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാസ് എന്ന് ഉപയോഗിക്കും. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക? നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഈ ടെൻസ് ആണ് ഉപയോഗിക്കുക. അത്തരം സെന്റൻസുകളിൽ ജസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കും. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. അവൾ ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് പോയി. ഐ ഹാവ് ജസ്റ്റ് റിമെമ്പേർഡ് യു. ഞാൻ ഇപ്പൊ നിന്നെ ഓർത്തതേ ഉള്ളൂ. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇനി ഒരു കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, ഡിഡ് ദ മീറ്റിംഗ് എൻഡ് വെരി ഏർലി? മീറ്റിംഗ് വളരെ നേരത്തെ കഴിഞ്ഞോ? അപ്പോൾ മറ്റേയാൾ മറുപടി പറയുന്നു, നോ, ഇല്ല, ഇറ്റ് ഡാഷ്. ഇപ്പോഴങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് പറയേണ്ടത്. അപ്പൊ അവിടെ എന്താണ് ചേർക്കേണ്ടത് എന്നാണ് ചോദ്യം. എ ഹാഡ് ജസ്റ്റ് എൻഡഡ്, ബി ഹാസ് ജസ്റ്റ് എൻഡഡ്, സി ഹാസ് ജസ്റ്റ് ബീൻ എൻഡിങ്, ഡി വാസ് സ്റ്റിൽ എൻഡിങ്. ഉത്തരം ബി ആണ്. ഹാസ് ജസ്റ്റ് എൻഡഡ്, ഇപ്പോഴങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബി ആണ് ഉത്തരം. രണ്ടാമതായിട്ട്, നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ ഒരു കാര്യം സംഭവിച്ചാൽ അതിനെ സൂചിപ്പിക്കാനും ഈ ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ സെന്റൻസിൽ ഓൾറെഡി എന്ന ഒരു വാക്ക് പ്രയോഗിക്കണം. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ ഒരു കാര്യം സംഭവിച്ചാൽ അതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ പറയുമ്പോൾ അതിൽ ഓൾറെഡി എന്ന ഒരു വാക്ക് കൂടി ഉപയോഗിക്കണം. ഷീ ഹാസ് ഓൾറെഡി പെയ്ഡ് ദ ഫീ. ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. മൂന്നാമതായിട്ട്, മുമ്പ് സംഭവിച്ച ഒരു സംഭവത്തെ കുറിച്ച് പറയാനും നമുക്ക് ഈ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് അത് നടന്നത് എന്ന സമയം അതിന്റെ കൂടെ പറയാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഐ ഹാവ് സീൻ ഹർ, ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് കണ്ടത് എന്ന ടൈം പറയാൻ പാടില്ല. അങ്ങനെ മുമ്പ് കണ്ടിട്ടുണ്ട്, കണ്ട ടൈം പറയുന്നില്ല എങ്കിൽ നമുക്കതിനെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ടൈം പറയുകയാണെങ്കിലോ, ഉദാഹരണത്തിന് 2 വർഷം മുമ്പ് ഞാൻ അവളെ കണ്ടു എന്നാണ് പറയുന്നത് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഐ ഹാവ് സീൻ ഹർ 2 years ago എന്ന് പറയാൻ പാടില്ല. 2 years ago എന്ന് പറയുന്നില്ല എങ്കിൽ ഐ ഹാവ് സീൻ ഹർ എന്ന് പറയാം. പക്ഷെ ആ ടൈം പറയുകയാണെങ്കിൽ, ആ ഭൂതകാല സമയം പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഐ സോ ഹർ 2 years ago. അഥവാ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഒരിക്കലും പാസ്റ്റ് ടൈമിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കും പ്രയോഗിക്കാൻ പാടില്ല. യെസ്റ്റർഡേ എന്നോ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ഇൻ 1990 അല്ലെങ്കിൽ 10 days ago അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാസ്റ്റ് ടൈമിനെ അഥവാ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന ആ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ടാണ് ആ സെന്റൻസ് പറയേണ്ടത്. എന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ നമുക്ക് പ്രസന്റ് ടൈമിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ടുഡേ, ഐ ഹാവ് സീൻ ഹർ ടുഡേ എന്ന് പറയാം. പക്ഷെ ഐ ഹാവ് സീൻ ഹർ യെസ്റ്റർഡേ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പാസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റ് ആക്കിയിട്ട് പറയണം. എന്നാൽ പ്രസന്റ് ടൈം നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ പ്രയോഗിക്കാവുന്നതാണ്. ടുഡേ, ദിസ് മോർണിംഗ്, ദിസ് ആഫ്റ്റർനൂൺ, ദിസ് ഈവനിങ്, ഓൾറെഡി, ജസ്റ്റ്, ലേറ്റ്ലി, recently, since, for, till now, yet, so far, ever, never. ഈ വാക്കുകളൊക്കെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. പിക്ക് ഔട്ട് ദ സെന്റൻസ് ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. സ്വീകാര്യമായ അഥവാ ശരിയായ സെന്റൻസ് തിരഞ്ഞെടുക്കുക. എ, ഐ ഹാവ് സീൻ ഹിം യെസ്റ്റർഡേ. ബി, ഐ സീൻ ഹിം യെസ്റ്റർഡേ. സി, ഐ സോ ഹിം യെസ്റ്റർഡേ. ഡി, ഐ സീ ഹിം യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അവനെ കണ്ടു എന്നാണ് പറയേണ്ടത്.
ഇവിടെ നോക്കാം, എ എന്ന ഓപ്ഷൻ, ഐ ഹാവ് സീൻ ഹിം യെസ്റ്റർഡേ. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പറയുമ്പോൾ ഒരു പാസ്റ്റ് ടൈം അതിന്റെ കൂടെ പറയാൻ പാടില്ല എന്നാണല്ലോ നമ്മൾ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് ഈ സെന്റൻസ് തെറ്റാണ്. ഐ ഹാവ് സീൻ ഹിം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതിന്റെ കൂടെ യെസ്റ്റർഡേ എന്ന് പറഞ്ഞത് ശരിയായില്ല. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? സി ആണ്. ഐ സോ ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടു. അപ്പം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ടാണ് പറയേണ്ടത് എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് സി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഐ സോ ഹിം യെസ്റ്റർഡേ. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആദ്യം അതിന്റെ ഘടന, അതിന്റെ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സബ്ജക്റ്റ് പറയും, പിന്നെ അതിനോട് യോജിച്ച ഹാസ് എന്നോ ഹാവ് എന്നോ പറയും. ശേഷം ബീൻ, BEEN. അതിനുശേഷം വെർബിന്റെ കൂടെ ING ചേർക്കും. ശേഷം സിൻസ് എന്നോ ഫോർ എന്നോ ഉണ്ടാവാം, പിന്നെ അതിന്റെ കൂടെ ടൈം ചേർക്കാം. ഇങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ, ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് 1979. ആദ്യം ഐ എന്ന സബ്ജക്റ്റ് പറഞ്ഞു, അതിനോട് യോജിച്ച് ഹാവ് എന്ന് പറഞ്ഞു. ഐ എന്നതിന് ശേഷം ഹാസ് എന്ന് പറയാറില്ലല്ലോ, അതുകൊണ്ട് ഹാവ് എന്ന് പറഞ്ഞു. ശേഷം ബീൻ, ലിവിംഗ്, ലിവ് എന്ന വെർബിന്റെ കൂടെ ING ചേർത്ത് പറഞ്ഞു, ഐ ഹാവ് ബീൻ ലിവിംഗ്. ഇങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ രൂപം, അതിന്റെ ഫോം ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ്, ഏതെല്ലാം കാര്യങ്ങൾ പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുക എന്ന് പരിശോധിക്കാം. പാസ്റ്റിൽ ആരംഭിച്ച ഒരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അഥവാ ഭൂതകാലത്ത് അഥവാ പാസ്റ്റിൽ ആരംഭിച്ച ഒരു കാര്യമാണ്, അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഇനി നമ്മൾ ഭാവിയിൽ തുടരാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ കാര്യത്തെ സൂചിപ്പിക്കാൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് 1979. 1979 മുതൽ ഞാൻ ഇവിടെ താമസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുമ്പ് ആരംഭിച്ചതാണ്, 1979 ആരംഭിച്ചതാണ്, ഇപ്പോഴും ഞാൻ ഇവിടെ താമസിക്കുകയാണ്, ഇനി ഭാവിയിലും ഇങ്ങനെ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ പറയുക, ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് 1979. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 32 years. 32 കൊല്ലമായി ഞാൻ ഇവിടെ താമസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 32 കൊല്ലമായി. ഇനിയും ഇങ്ങനെ തന്നെ തുടരാനാണ് താല്പര്യം. അതാണ് ഈ സെന്റൻസിന്റെ മീനിങ്. ഇന്നത്തോടെ അത് അവസാനിപ്പിക്കുന്നു എന്ന് അതിനർത്ഥമില്ല. ഇനിയും തുടരാൻ തന്നെയാണ് താല്പര്യം. അത്തരം ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ പറയുക, ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 32 years. ഇവിടെ രണ്ട് സെന്റൻസുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സെന്റൻസിൽ സിൻസ് 1979 എന്ന് പറഞ്ഞു, മറ്റതിൽ ഫോർ 32 years എന്ന് പറഞ്ഞു. എവിടെയാണ് സിൻസ് ഫോർ? ഇങ്ങനെ പെർഫെക്റ്റ് ടെൻസുകളിലാണ് സിൻസും ഫോറും ഉണ്ടാവാറുള്ളത്. സിൻസ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് പറയുക, ഒരു കൃത്യസമയം. 1979 ഒരു കൃത്യസമയമാണല്ലോ. ഫോറിന് ശേഷം ഒരു പീരീഡ് ഓഫ് ടൈം ആണ് പറയുക, കൃത്യമായ ഒരു ഡേറ്റ് അല്ല. 32 കൊല്ലം എന്നൊരു കാലയളവ്, ഒരു പീരീഡ് ഓഫ് ടൈം. ഇങ്ങനെയാണ് ഫോറിന് ശേഷം പറയുക. സിൻസിന് ശേഷം പോയിന്റ് ഓഫ് ടൈമും ഫോറിന് ശേഷം പീരീഡ് ഓഫ് ടൈമുമാണ് ഉണ്ടാവുക. അതും പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട്. സിൻസ് എന്ന് ചേർക്കണോ ഫോർ എന്ന് ചേർക്കണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയിൽ ഉണ്ടാവാറുള്ളതാണ്. അതും ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊരു ചോദ്യം, തരുൺ ഡാഷ് ഫോർ ഹിസ് ഫ്രണ്ട് സിൻസ് മോർണിംഗ്. തരുൺ രാവിലെ മുതൽ അവന്റെ കൂട്ടുകാരനെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും കാത്തിരിക്കുകയാണ്, രാവിലെ മുതലേ. അപ്പൊ ഏത് വാക്കാണ്, ഏത് വാചകമാണ് ഇവിടെ ചേർക്കേണ്ടത് എന്നാണ് ചോദ്യം. ഹാസ് ബീൻ വെയിറ്റിംഗ്, B is waiting, C was waiting, D was waited. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാസ് ബീൻ വെയിറ്റിംഗ്. തരുൺ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിസ് ഫ്രണ്ട് സിൻസ് മോർണിംഗ്. എ ആണ് ഉത്തരം. മറ്റൊരു ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് യൂസേജ്. വി ഡാഷ് ഫോർ ദി ബസ് ഫോർ ഓവർ an hour. ഒരു മണിക്കൂറിലേറെയായി ഞങ്ങൾ ബസ് കാത്തിരിക്കുകയാണ്.
1 മണിക്കൂറിലേറെയായി ഞങ്ങൾ ബസ് കാത്തിരിക്കുകയാണ്. അപ്പൊ വി എന്നതിന് ശേഷം എന്ത് ചേർക്കണം എന്നാണ് ചോദ്യം. ഹാസ് ബീൻ വെയിറ്റിംഗ്, ബി ഹാവ് ബീൻ വെയിറ്റിംഗ്, സി വിൽ ബി വെയിറ്റിംഗ്, ഡി വുഡ് ബി വെയിറ്റിംഗ്. അപ്പൊ 1 മണിക്കൂറിലേറെയായി കാത്തിരിക്കുന്നു, ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എയും ബിയും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണല്ലോ. ഹാസ് ബീൻ വെയിറ്റിംഗ് എന്നാണോ ഹാവ് ബീൻ വെയിറ്റിംഗ് എന്നാണോ ഉപയോഗിക്കേണ്ടത്? ഇവിടെ വി ആണ്, അതുകൊണ്ട് ഹാവ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഹാവ് ബീൻ വെയിറ്റിംഗ്, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദി ബസ് ഫോർ ഓവർ an hour. ബി ആണ് ഉത്തരം. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡാഷ് ടു ക്വാളിഫൈ ദ എക്സാം. ക്വാളിറ്റി എന്നല്ല, ക്വാളിഫൈ എന്നാണ്. അവിടെ അച്ചടി സംഭവിച്ച പെശകാണത്. മെനി ഓഫ് അവർ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാരിൽ ഒരുപാട് പേർ, ഡാഷ് ടു ക്വാളിഫൈ ദ എക്സാം, പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറെ ആയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. ഹാസ് ബീൻ ട്രൈങ്, ഈസ് ബീൻ ട്രൈങ്, ഹാവ് ബീൻ ട്രൈങ്, വാസ് ബീൻ ട്രൈങ്. ഇവിടെ ഹാസ് എന്നല്ല പറയേണ്ടത്, കുറെ പേരുണ്ട്, മെനി എന്നുണ്ട്, അതുകൊണ്ട് ഹാവ് എന്ന് പ്രയോഗിക്കണം. അപ്പൊ ഹാവ് ബീൻ ട്രൈങ്, സി ആണ് ഉത്തരം. അവർ കുറെ കാലമായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹാവ് ബീൻ ട്രൈങ്, മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഹാവ് ബീൻ ട്രൈങ് ടു ക്വാളിഫൈ ദ എക്സാം. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ചൂസ് ദ റൈറ്റ് ടെൻസ്. എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അവളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുകയാവുന്നു. ഈ വാചകത്തെ നമുക്ക് ഇംഗ്ലീഷിൽ പറയണം. ഇങ്ങനെയാണ് പറയുക. എ ഐ ഹാഡ് ബീൻ ലവിംഗ് ഹെർ സിൻസ് മൈ ചൈൽഡ്ഹുഡ്. ബി ഐ ഹാവ് ബീൻ ലവിംഗ് ഹെർ സിൻസ് മൈ ചൈൽഡ്ഹുഡ്. സി ഐ ഹാവ് ലവ്ഡ് ഹെർ സിൻസ് മൈ ചൈൽഡ്ഹുഡ്. ഡി ഐ ഹാഡ് ലവ്ഡ് ഹെർ സിൻസ് മൈ ചൈൽഡ്ഹുഡ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇവിടുത്തെ വെർബ് ഒരു സ്റ്റാറ്റിക് വെർബായ ലവ് ആണ്. നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അവയുടെ കൂടെ ING ചേർത്തുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. പകരം അവയെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഇവിടെ പെർഫെക്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അവളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുകയാവുന്നു. അതിനെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് പറയാൻ പാടില്ല. കാരണം അവിടെയും നമ്മൾ ഈ സ്റ്റാറ്റിക് വെർബിന്റെ കൂടെ ING ചേർത്തുകൊണ്ട് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഈ വാചകത്തെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് പറയണം. ഐ ഹാവ് ലവ്ഡ് ഹെർ, ഐ ഹാവ് ലവ്ഡ് ഹെർ സിൻസ് മൈ ചൈൽഡ്ഹുഡ് എന്നാണ് പറയേണ്ടത്. കാരണം ഇതൊരു സ്റ്റാറ്റിക് വെർബാണ്. സ്റ്റാറ്റിക് വെർബിന്റെ കൂടെ ING പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇതിനെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് പറയണം. അതുകൊണ്ട് സി ആണ് ശരിയായ ഉത്തരം. ഐ ഹാവ് ലവ്ഡ് ഹെർ സിൻസ് മൈ ചൈൽഡ്ഹുഡ്. ഇപ്പോൾ പ്രസന്റ് ടെൻസിലെ 4 എണ്ണത്തെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറയാം. പാസ്റ്റ് ടെൻസിനെ നമുക്ക് നേരത്തെ പ്രസന്റ് ടെൻസിനെ ചെയ്തതുപോലെ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ 4 ആയിട്ട് വേർതിരിക്കാം. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവ ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് നമുക്ക് പറയാം. ആദ്യം സിമ്പിൾ പാസ്റ്റിന്റെ വാക്യഘടന അഥവാ അതിന്റെ ഫോം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ആദ്യം സബ്ജക്റ്റ് പറയും, പിന്നെ വെർബിന്റെ പാസ്റ്റ് രൂപം പറയും, പാസ്റ്റ് ഫോം ഓഫ് വെർബ്. അതിനുശേഷം ഒബ്ജക്റ്റ് പറയും. ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നു. ഐ റോട്ട് എ ലെറ്റർ. ഐ എന്നത് സബ്ജക്റ്റ് ആണ്, റോട്ട് എന്നത് വെർബാണ്. ആ റൈറ്റ് എന്ന വെർബിന്റെ പാസ്റ്റ് രൂപമാണ് അത്. എ ലെറ്റർ എന്നത് ഒബ്ജക്റ്റ്. ഐ റോട്ട് എ ലെറ്റർ. ഇങ്ങനെ ആയിരിക്കും സിമ്പിൾ പാസ്റ്റിൽ ഒരു സെന്റൻസ് ഉണ്ടാവുക. ഇനി എന്തെല്ലാം കാര്യങ്ങൾ പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യം, അതിന്റെ സമയം കൂടി നമ്മൾ പറയുന്നുവെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. ഭൂതകാലത്ത് ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ, മുമ്പ് സംഭവിച്ച ഒരു കാര്യം
ആ സംഭവിച്ച കാര്യത്തിന്റെ സമയം കൂടി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. നേരത്തെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞാണ്. ഐ ഹാവ് സീൻ ഹിം അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ഹർ എന്ന് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാക്കി നമുക്ക് പറയാം, ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമയം പറയുന്നില്ല എങ്കിൽ. പക്ഷെ ഒരു സമയം പറയുന്നുണ്ടെങ്കിലോ, ഞാൻ അവളെ ഇന്നലെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ഐ സോ ഹർ യെസ്റ്റർഡേ, അതിനെ നമ്മൾ അങ്ങനെ പാസ്റ്റ് ടെൻസിലാക്കി, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാക്കി പറയണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഉപയോഗം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് ഭൂതകാലത്ത് ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ച കാര്യത്തെ സൂചിപ്പിക്കാനാണ്. ആ സമയം കൂടി പറയുന്നുവെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയണം. അതുകൊണ്ട് തന്നെ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ സെന്റൻസുകൾ ഇങ്ങനെ പറയുമ്പോൾ അവയിൽ യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, എ ഫ്യൂ മിനിറ്റ്സ് എഗോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പാസ്റ്റ് ടൈമിനെ അഥവാ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ചില ആഡ്വർബുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഐ മെറ്റ് ഹർ ലാസ്റ്റ് മന്ത്, സമയം പറഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത്? ലാസ്റ്റ് മന്ത്. ഇന്ത്യ ബിക്കേം റിപ്പബ്ലിക്, ഇന്ത്യ റിപ്പബ്ലിക് ആയിരിക്കുന്നു എപ്പോൾ? ഇൻ 1950. ആ സമയം കൂടി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. രണ്ടാമതായിട്ട് പാസ്റ്റിലെ ഒരു ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. നേരത്തെ നമ്മൾ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഒരു ഹാബിച്വൽ ആക്ഷനെ അഥവാ പ്രസന്റിലെ അഥവാ ഇപ്പോഴുള്ള ഒരു ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ പാസ്റ്റിലെ അഥവാ ഭൂതകാലത്തെ ഒരു ഹാബിച്വൽ ആക്ഷനെ അഥവാ പതിവായി നടന്നിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. സിമ്പിൾ പ്രസന്റിൽ ഉള്ളതുപോലെ തന്നെ ചില ആഡ്വർബുകൾ ഇതിന്റെ കൂടെ ഉണ്ടാകും. ഓൾവേസ്, യൂഷ്വലി, ഓഫൺ, റെഗുലർലി. അത് നേരത്തെ ഏതെല്ലാമാണ് എന്നത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ആ ആഡ്വർബുകളെല്ലാം തന്നെ ഇതിന്റെ കൂടെയും ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. ബാലു ഓൾവേസ് ഡ്രാങ്ക് മിൽക്ക് വെൻ ഹി വാസ് എ ചൈൽഡ്. ബാലു കുട്ടിയായിരുന്നപ്പോൾ സ്ഥിരമായി പാല് കുടിക്കാറുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് പാസ്റ്റിൽ അഥവാ ഭൂതകാലത്ത് രണ്ട് പ്രവർത്തനങ്ങൾ ഒരേ സമയം നടന്നിട്ടുണ്ടെങ്കിൽ അവ രണ്ടിനെയും സൂചിപ്പിക്കാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അഥവാ ഒന്നുകൂടി പറയാം, പാസ്റ്റിൽ അഥവാ ഭൂതകാലത്ത് രണ്ട് പ്രവർത്തനങ്ങൾ ഒരേ സമയം നടന്നിട്ടുണ്ടെങ്കിൽ അവയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. വെൻ ദ ഷോട്ട് ബ്രോക്ക് ബേർഡ്സ് ഫ്ലൂ. വെടി പൊട്ടിയപ്പോൾ കിളികൾ പറന്നു. അതായത് വെടി പൊട്ടിയതും കിളികൾ പറന്നതും ഒരേ സമയമാണ് നടന്നത്. അത്തരം പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ വാക്യഘടന അഥവാ അതിന്റെ ഫോം എങ്ങനെയായിരിക്കും? ആദ്യം സബ്ജക്റ്റ് പറയും, ശേഷം വാസ് എന്നോ വേർ എന്നോ പറയും. എപ്പോഴാണ് വാസ് പറയുക, എപ്പോഴാണ് വേർ പറയുക എന്ന് നമുക്ക് വിശദീകരിക്കാം. ശേഷം വെർബ് പറയും, വെർബിൽ ING ചേർത്തിട്ടുണ്ടാകും. അതിനുശേഷം ഒബ്ജക്റ്റ് പറയും. അങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ ഷീ വാസ് റീഡിംഗ് എ നോവൽ. അവൾ ഒരു നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ് റീഡിംഗ് എ നോവൽ. ഷീ എന്ന സബ്ജക്റ്റ് പറഞ്ഞു, ശേഷം വാസ് എന്ന് പറഞ്ഞു, ശേഷം വെർബിൽ ING ചേർത്തിരിക്കുന്നു. അതിനുശേഷമാണ് ഒബ്ജക്റ്റ് പറഞ്ഞത്. ഇങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവുക. ഷീ വാസ് റീഡിംഗ് എ നോവൽ. ഇനി ഈ ടെൻസ് എന്തെല്ലാം പറയാനാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഭൂതകാലത്തിൽ അഥവാ പാസ്റ്റിൽ ഒരു പ്രവൃത്തി ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. അപ്പോൾ രണ്ട് കാര്യങ്ങളായി. ഒരു കാര്യം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു, അതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. എങ്കിൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അതിനിടയിൽ സംഭവിച്ച കാര്യത്തെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കും. ഉദാഹരണം പറഞ്ഞാൽ വെൻ ഹിസ് ഫാദർ കെയിം ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവന്റെ അച്ഛൻ വന്നപ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവൻ ക്രിക്കറ്റ് കളിക്കുക എന്ന കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ഉണ്ടായ സംഭവമാണ് അവന്റെ അച്ഛൻ വന്നു എന്നത്. അപ്പോൾ ആ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന കാലത്തെ അഥവാ ക്രിക്കറ്റ് കളിയെ സൂചിപ്പിക്കാൻ ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ്, അത്
പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞു. ഹി വാസ്, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ നടന്ന ആ കാര്യം, അച്ഛൻ വന്നു എന്നതാണ്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. വെൻ ഹിസ് ഫാദർ കെയിം. കം എന്നതിന്റെ പാസ്റ്റ് ആണ് കെയിം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഉപയോഗം. രണ്ടാമതായിട്ട് പാസ്റ്റിൽ അഥവാ ഭൂതകാലത്ത് ഒരേ സമയം തുടർന്നുകൊണ്ടിരുന്ന രണ്ട് സംഭവങ്ങളെ സൂചിപ്പിക്കാൻ ഈ ടെൻസ് ഉപയോഗിക്കാം. പാസ്റ്റിൽ അഥവാ ഭൂതകാലത്ത് ഒരേ സമയം രണ്ട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നിട്ടുണ്ടെങ്കിൽ അവയെ സൂചിപ്പിക്കാൻ നമുക്ക് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ഷീ വാസ് റീഡിംഗ് വിജയരേഖ. വൈൽ ഐ വാസ് ഡ്രൈവിംഗ്, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ഷീ വാസ് റീഡിംഗ് വിജയരേഖ, അവൾ വിജയരേഖ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ തുടർച്ചയായി നടക്കുകയാണ് ഒരേ സമയം. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞു. ഐ വാസ് ഡ്രൈവിംഗ്, ഷീ വാസ് റീഡിംഗ്. അടുത്തതായി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നോക്കാം. ആദ്യം അതിന്റെ വാക്യഘടന അഥവാ അതിന്റെ ഫോം. ആദ്യം സബ്ജക്റ്റ് പറയും, പിന്നെ ഹാഡ്, അതിനുശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് ഉപയോഗിക്കുക. ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് പറയും. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാഡ്, അതിനുശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം. ഉദാഹരണം, ഐ ഹാഡ് സീൻ ദ ഫിലിം, ഞാൻ ആ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ലവ്ഡ് ഹിം, അവൾ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ വാക്യഘടനയിൽ ഓരോ വാക്കും ശ്രദ്ധിച്ചു നോക്കൂ. ഐ എന്ന സബ്ജക്റ്റ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ശേഷം ഹാഡ് എന്ന് പറഞ്ഞു. അതിനുശേഷം സി എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമായ സീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഷീ എന്ന സബ്ജക്റ്റ് പറഞ്ഞു. അതിനുശേഷം ഹാഡ് എന്ന് പറഞ്ഞു. അതിനുശേഷം ലവ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമായ ലൗഡ് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ വാക്യഘടന. ഇനി എന്തെല്ലാം കാര്യങ്ങൾ പറയാനാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ അവയിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത് സംഭവിച്ച പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കണം. അഥവാ പാസ്റ്റിൽ അഥവാ ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടക്കുന്നു. ആദ്യം നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം. രണ്ടാമത് നടന്നതിനെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. ഒരു ഉദാഹരണം നോക്കാം. വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഈ വാചകം, ഈ സെന്റൻസ് പല PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ആദ്യം സംഭവിച്ചത് ഏതാണ്? അയാൾ സ്റ്റേഷനിൽ എത്തുകയാണോ അല്ലെങ്കിൽ ട്രെയിൻ പോവുകയാണോ ആദ്യം ചെയ്തത്? ട്രെയിൻ പോവുകയാണ്. അയാൾ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞത്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഹാഡ് ലെഫ്റ്റ്, ലീവ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമായ ലെഫ്റ്റ് എന്നാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആദ്യം നടന്ന കാര്യം പറഞ്ഞു, പിന്നീട് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞു. വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ, ഐ റീച്ച്ഡ് എന്നാണ് പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് ആയിട്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ യൂസേജ്. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിന്റെ വാക്യഘടന, അതിന്റെ രൂപം, അതിന്റെ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സബ്ജക്റ്റ് പറയും, അതിനുശേഷം ഹാഡ്, ശേഷം ബീൻ, BEEN, ബീൻ എന്ന് പറയും. ശേഷം വെർബിന്റെ കൂടെ ING ചേർത്ത് പറയും. ഉദാഹരണം, ഐ ഹാഡ് ബീൻ റീഡിംഗ്. പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഐ ഹാഡ്, ഐ എന്ന സബ്ജക്റ്റ് പറഞ്ഞു, ശേഷം ഹാഡ് എന്ന് പറഞ്ഞു. അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് പെർഫെക്റ്റിലും ഒരുപോലെ തന്നെയാണ്. പക്ഷെ പെർഫെക്റ്റ് മാത്രമാണെങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് എന്നതിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് പറയുക. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ ബീൻ എന്ന് ചേർത്തതിന് ശേഷം വെർബിന്റെ കൂടെ ING കൂടി ചേർത്ത് പറയും. ഐ ഹാഡ് ബീൻ റീഡിംഗ്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ്
മറ്റൊരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റുമാണ് ഉപയോഗിക്കുക. ഉദാഹരണം, ഐ ഹാഡ് ബീൻ റീഡിംഗ് ഫോർ ഹവേഴ്സ് ബിഫോർ ഹി കെയിം. അവൻ വരുന്നതിന് മുമ്പ് മണിക്കൂറുകളായി ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ അവൻ വരുന്നതിന് മുമ്പ് നടന്നുകൊണ്ടേയിരുന്ന ഒരു കാര്യമാണ് വായന എന്നത്. ഐ ഹാഡ് ബീൻ റീഡിംഗ് ഫോർ ഹവേഴ്സ്, ഞാൻ മണിക്കൂറുകളായി വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ അത് ആദ്യം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അപ്പോഴാണ് അവൻ കടന്നു വരുന്നത്. അപ്പൊ ആ നടന്നുകൊണ്ടിരിക്കുന്നതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നു. അവൻ വന്നു എന്ന അതിനുശേഷം നടന്ന ആ കാര്യത്തെ സിമ്പിൾ പാസ്റ്റിൽ പറയുന്നു. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയാം. നേരത്തെ പ്രസന്റ് ടെൻസിനെ കുറിച്ചും പാസ്റ്റ് ടെൻസിനെ കുറിച്ചും പറഞ്ഞതുപോലെ ഫ്യൂച്ചർ ടെൻസും 4 വിഭാഗമാണ്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആദ്യം നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാം. അതിന്റെ വാക്യഘടന, അതിന്റെ ഫോം എങ്ങനെയായിരിക്കും? ആദ്യം നമ്മൾ സബ്ജക്റ്റ് ആണ് പറയേണ്ടത്. ശേഷം വിൽ എന്നോ ഷാൾ എന്നോ പറയും. അതിനുശേഷം പ്ലൂരൽ വെർബിന്റെ പ്ലൂരൽ രൂപം പറയണം. അതിനുശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് പറയണം. ഒരു ഉദാഹരണം പറയാം. ഐ ഷാൾ ഗോ ടു സ്വിറ്റ്സർലാൻഡ് നെക്സ്റ്റ് മന്ത്. ഇവിടെ ആദ്യം ഐ എന്ന സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നു, ശേഷം ഷാൾ എന്ന് പറഞ്ഞു, അതിനുശേഷം ഗോ എന്ന വെർബ് പറഞ്ഞു. വെർബിന്റെ പ്ലൂരൽ ഫോമാണത്. വെർബിന്റെ സിംഗുലർ ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുക? അതിന്റെ കൂടെ എസ് എന്ന് ചേർത്താൽ, അല്ലെങ്കിൽ ഇ എസ് എന്ന് ചേർത്താൽ, ചിലപ്പോൾ ഐ ഇ എസ് എന്ന് ചേർത്താൽ, അങ്ങനെ നമുക്ക് വെർബിന്റെ സിംഗുലർ ഫോം ഉണ്ടാക്കാം. അതൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ നമ്മൾ വിശദീകരിച്ചതാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കേണ്ടത്. ഞാൻ അടുത്ത മാസം സ്വിറ്റ്സർലൻഡിലേക്ക് പോവും എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഉദാഹരണത്തിന്റെ അർത്ഥം. എവിടെയാണ് ഷാൾ എന്നും വിൽ എന്നും ഉപയോഗിക്കുക? അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലളിതമായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സന്റെ കൂടെയാണ് ഷാൾ എന്ന് ഉപയോഗിക്കുക. ഐ, വി എന്നിവയുടെ കൂടെയാണ് ഷാൾ എന്ന് ഉപയോഗിക്കുക. സെക്കൻഡ് പേഴ്സന്റെയും തേർഡ് പേഴ്സന്റെയും കൂടെ വിൽ എന്നാണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന മറ്റൊരു കാര്യം, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ടുമോറോ, ഡേ ആഫ്റ്റർ ടുമോറോ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത് തുടങ്ങിയ ഭാവികാല സൂചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഇത്തരം പദങ്ങൾ ഉണ്ടായിരിക്കും. ടുമോറോ, ഡേ ആഫ്റ്റർ ടുമോറോ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, ഇങ്ങനെ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ രൂപം, അതിന്റെ വാക്യഘടന, ആദ്യം സബ്ജക്റ്റ് പറയും, പിന്നെ വിൽ അല്ലെങ്കിൽ ഷാൾ പറയും, അതിനുശേഷം ബി അഥവാ ബി ഇ എന്ന് പറയും, ശേഷം വെർബിന്റെ കൂടെ ING ചേർക്കും, ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് പറയും. ഉദാഹരണം നോക്കാം. അറ്റ് ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി സിറ്റിംഗ് ഓൺ ദി ബീച്ച് ഇൻ സിംഗപ്പൂർ. ഐ വിൽ ബി സിറ്റിംഗ് ഓൺ ദി ബീച്ച്. അവിടെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് കാണുന്നത്. ഐ വിൽ ബി സിറ്റിംഗ്, ഐ എന്ന സബ്ജക്റ്റ് കാണാം, വിൽ പറഞ്ഞു, ശേഷം ബി എന്ന് പറഞ്ഞു, സിറ്റിംഗ് വെർബിന്റെ കൂടെ ING ചേർത്തുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടായിരിക്കുക. ഇനി എപ്പോഴാണ് ഇത് ഉപയോഗിക്കുക? ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തി നടക്കുമ്പോൾ ഇന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ടു എക്സ്പ്രസ് an action which will be going on at a specific time. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാവും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഓർ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻസ് ഇൻ ഫ്യൂച്ചർ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം നടക്കുമ്പോൾ ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാനും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അറ്റ് ദിസ് ടൈം ടുമോറോ, ഉദാഹരണം നോക്കാം. നാളെ ഈ സമയം ഐ വിൽ ബി സിറ്റിംഗ് ഓൺ ദി ബീച്ച്, ഞാൻ സിംഗപ്പൂരിലെ ബീച്ചിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നാളെ ഈ സമയത്ത് ഞാൻ അവിടെ ഇരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്.
ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നോക്കാം. ആദ്യം അതിന്റെ ഘടന. ആദ്യം സബ്ജക്റ്റ് പറയും, പിന്നെ വിൽ എന്നോ ഷാൾ എന്നോ പറയും, അതിനുശേഷം ഹാവ്, അതിനുശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം പറയും, ശേഷം ബൈ ടൈം ആണ് പറയുക. ഒരു ബൈ എന്നതിന് ശേഷം ഒരു ടൈം പറയും. ഒരു ഉദാഹരണം നോക്കാം. ഐ വിൽ ഹാവ് അച്ചീവ്ഡ് എ ഗവൺമെന്റ് ജോബ് ബൈ 2020. 2020 ഞാൻ ഒരു സർക്കാർ ജോലി നേടിക്കഴിഞ്ഞിരിക്കും. അതാണ് അതിന്റെ അർത്ഥം. 2020 ഞാൻ ഒരു സർക്കാർ ജോലി നേടിക്കഴിഞ്ഞിരിക്കും. An action that will be completed by a certain future time. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു ആക്ഷൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ഹാവ് അച്ചീവ്ഡ് എ ഗവൺമെന്റ് ജോബ് ബൈ 2020. ഇനി ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. വി ഡാഷ് ഹോം ബൈ ദ ടൈം അവർ പാരന്റ്സ് റിട്ടേൺ ടുമോറോ. നാളെ നമ്മളുടെ പാരന്റ്സ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് പറയേണ്ടത്. എ വുഡ് റീച്ച്, ബി വിൽ ബി റീച്ചിങ്, സി വിൽ ഹാവ് ബീൻ റീച്ചിങ്, ഡി വിൽ ഹാവ് റീച്ച്ഡ്. ഉത്തരം ഡി ആണ്, വിൽ ഹാവ് റീച്ച്ഡ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് പറയേണ്ടത്. ഡി ആണ് ഉത്തരം. ഇനി അവസാനത്തേത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആദ്യം അതിന്റെ രൂപം നോക്കാം. എങ്ങനെയാണ് അതിന്റെ വാചക ഘടന എന്ന് നോക്കാം. ആദ്യം സബ്ജക്റ്റ് പറയും, ശേഷം വിൽ എന്നോ ഷാൾ എന്നോ പറയും, ശേഷം ഹാവ് ബീൻ, അതിനുശേഷം വെർബിന്റെ കൂടെ ING ചേർത്ത് പറയും. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ബൈ ദി നെക്സ്റ്റ് ഇഷ്യൂ ഐ ഷാൾ ഹാവ് ബീൻ റീഡിംഗ് വിജയരേഖ ഫോർ 1 year. ഇവിടെ ഐ ഷാൾ ഹാവ് ബീൻ റീഡിംഗ്. ഐ എന്ന സബ്ജക്ട് പറഞ്ഞു, ശേഷം ഷാൾ എന്ന് പറയുന്നു, ശേഷം ഹാവ് ബീൻ, ശേഷം റീഡ് എന്ന വെർബിന്റെ കൂടെ ING ചേർത്ത് പറയുന്നു. മറ്റൊരു ഉദാഹരണം താഴെ, ഐ ഷാൾ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 15 years ബൈ ദി നെക്സ്റ്റ് ജനുവരി. ഈ ടെൻസ് അധികമായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല, എങ്കിലും അതിന്റെ രൂപവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് കേട്ടൽ പരീക്ഷകളിൽ വന്ന ചില ചോദ്യങ്ങൾ പരിശോധിക്കാം. പിക്ക് ഔട്ട് ദ സെന്റൻസ് ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഔട്ട് ഓഫ് ദി ഫോളോയിങ്. ഇത് നേരത്തെ നമ്മൾ ഇതിലെ എ എന്ന ഓപ്ഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. ഈ പറഞ്ഞ സെന്റൻസുകളുടെ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. എ ഓപ്ഷൻ, ഐ ആം സീയിങ് എ ഫ്ലവർ ദർ. ദ ന്യൂസ് വി റിസീവ്ഡ് സോ ഫാർ ആർ ബാഡ്. സി, ഐ ഹാവ് സീൻ ഹർ യെസ്റ്റർഡേ. ഡി, ഐ ഹേർഡ് അബൌട്ട് ഇറ്റ് ലോങ് എഗോ. എ എന്ന ഓപ്ഷൻ തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. സി എന്നത് ഒരു സ്റ്റാറ്റിക് വെർബാണ്, അതിന്റെ കൂടെ ING ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് എ എന്ന ഓപ്ഷൻ തെറ്റാണ്. ബി എന്ന ഓപ്ഷൻ നോക്കാം. ദ ന്യൂസ് വി റിസീവ്ഡ് സോ ഫാർ ആർ ബാഡ്. ന്യൂസ് എന്നത് കാണാൻ അവസാനം എസ് ഉള്ളത് കൊണ്ട് പ്ലൂരൽ ആണ് എന്ന് ധരിക്കരുത്. അതിനുശേഷം ആർ എന്നല്ല പറയേണ്ടത്, ഈസ് എന്നാണ് പറയേണ്ടത്. ദ ന്യൂസ് വി റിസീവ്ഡ് സോ ഫാർ ഈസ് ബാഡ് എന്നാണ് പറയേണ്ടത്. ഇനി സി നോക്കാം. ഐ ഹാവ് സീൻ ഹർ യെസ്റ്റർഡേ. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അതിന്റെ അവസാനം യെസ്റ്റർഡേ എന്ന ടൈം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ടൈം ഉപയോഗിക്കാൻ പാടില്ല. ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. ഐ സോ ഹർ യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ഹർ എന്ന് പറയാം ടൈം പറയാതെ. അതുകൊണ്ട് സിയും തെറ്റാണ്. അവസാനം ഡി മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഡി ആണ് ഉത്തരം. ഇനി മറ്റൊരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം, ലോങ് എഗോ ദിനോസേഴ്സ് ഹാവ് ലിവ്ഡ് ഹിയർ. ദ എറർ നോട്ടഡ് ഇൻ ദി സെന്റൻസ് ഈസ്. ഈ സെന്റൻസിലുള്ള കുഴപ്പം എന്താണ് എന്നാണ്. ലോങ് എഗോ ദിനോസേഴ്സ് ഹാവ് ലിവ്ഡ് ഹിയർ. വളരെ മുമ്പ്, കുറെ കാലം മുമ്പ് ദിനോസറുകൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് സെന്റൻസ് കൊണ്ട് അയാൾ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ ചില തെറ്റുകളുണ്ട്. എന്താണ് തെറ്റ്? എ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഹിയർ. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പ്രസ്താവന ശരിയല്ലല്ലോ.
സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഇങ്ങനെ ഹാവ് ലിവ്ഡ് എന്നൊന്നും അല്ലല്ലോ ഉണ്ടാവുക. അപ്പൊ അത് ശരിയല്ല. ബി നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് പാസ്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി. ശരിയാണ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാവ് ലിവ്ഡ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അയാൾ ഉദ്ദേശിച്ചിരുന്ന പാസ്റ്റിലുള്ള അഥവാ മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് സിയും ഡിയും നമ്മൾ പരിശോധിക്കേണ്ടതില്ല. ഇനി മറ്റൊരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം, വൺ എമംഗ് ദി ഫോളോയിങ് ഡസ് നോട്ട് എക്സ്പ്രസ് ദി ഫ്യൂച്ചർ. താഴെയുള്ളതിൽ ഒന്ന് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നില്ല. അതേതാണ്? ഫ്യൂച്ചറിനെ അഥവാ ഭാവി കാലത്തെ സൂചിപ്പിക്കാത്ത സെന്റൻസ് താഴെയുള്ളതിൽ ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് ഡി മുതൽ മുകളിലേക്ക് വായിക്കാം. ഷീ ഫിനിഷസ് ഹെർ കോളേജ് ഇൻ മെയ്. അവൾ അവളുടെ കോളേജ് മെയ് മാസത്തിൽ പൂർത്തീകരിക്കും. ഇവിടെ ഈ സെന്റൻസിന്റെ ഘടന നമ്മൾ നോക്കിയാൽ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഷീ ഫിനിഷസ്, അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫ്യൂച്ചർ ആണ്. അവൾ മെയ് മാസത്തിൽ പൂർത്തീകരിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ടെൻസും ഫ്യൂച്ചറിനെ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്ന്. ഇത് മുൻകൂട്ടി അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫ്യൂച്ചർ ആണ്. അപ്പോൾ ഡി ഓക്കെ. സി നോക്കാം. ഐ ആം ഗോയിങ് ടു സ്പെൻഡ് 6 weeks ഇൻ ദി US. ഐ ആം ഗോയിങ് ടു സ്പെൻഡ്, ഞാൻ ചിലവഴിക്കാൻ പോവുകയാണ്. 6 weeks 6 ആഴ്ചകൾ ഇൻ ദി US, അമേരിക്കയിൽ. അപ്പോൾ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്, ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഗോയിങ് ടു എന്ന പ്രയോഗം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതും ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ബി നോക്കാം. ഐ വിൽ ബി ഫ്രീ ഫോർ മോസ്റ്റ് ഓഫ് സമ്മർ. അതിന്റെ ഘടന കണ്ടാലേ അറിയാം അത് ഫ്യൂച്ചർ ആണ് എന്ന്. ഐ വിൽ ബി, അതുകൊണ്ട് അതും നോക്കേണ്ടതില്ല. അതുകൊണ്ട് എ ആണ് ഉത്തരം എന്ന് ഇനി നമുക്ക് ഉറപ്പിക്കാം. ഒന്ന് വായിച്ചു നോക്കാം. ഐ ഫിനിഷ് മൈ സ്റ്റഡീസ്. ഞാൻ എൻ്റെ പഠനങ്ങൾ പൂർത്തീകരിക്കുന്നു. അപ്പോൾ ഫിനിഷ് എന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അവിടെ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന യാതൊന്നുമില്ല. അതുകൊണ്ട് എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം.